ഹായ് ഓൾ. അങ്ങനെ DSRA കണ്ടിട്ട് വന്നിരിക്കുകയാണ്. 12 മണിക്കുള്ള പ്രീമിയർ ഷോയാണ് കണ്ടത്. പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് DSRA. ഇതിന്റെ ഡയറക്ഷൻ ആൻഡ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവ്യർ ആണ്. എടുത്തു പറയേണ്ട രണ്ട് കാസ്റ്റാണിത്. ഇനി സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഭയം എന്നൊരു ഫാക്ടറാണ് ഇതിന്റെ എലമെന്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഭയം എന്നൊരു ഫാക്ടർ നമ്മുടെ ഉള്ളിൽ നിറച്ചിട്ട് ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മളും മാറി ആ കഥാപാത്രങ്ങളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്ന രീതിയിലാണ് അവരിതിന്റെ മേക്കിംഗ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായി അവരത് ചെയ്തിട്ടുണ്ട്. ആ ഭയം എന്നൊരു ഫാക്ടർ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. സാധാരണ പ്രേത സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ ബൾബ് പെട്ടെന്ന് മിന്നി മറയുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ ഇതിലും ഉണ്ടെങ്കിലും ഹൊറർ എന്നൊരു സംഭവം വെറൈറ്റി ആയി അവർ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ജംപ് സ്കെയർ സീൻസ് ഒക്കെ ഉണ്ട്. ചിലരൊക്കെ പേടിച്ചില്ല, ഞാൻ എന്തായാലും പേടിച്ചു അതിൽ ഒന്ന് രണ്ട് സീൻ കണ്ടിട്ട്. ഒരു ചെറിയ ഓടിട്ട വീടും അതുപോലെ ഒരു നല്ല വലിയ ആഡംബര വീടും കാണിക്കുന്നുണ്ട്. ആ രണ്ട് വീടുകൾ പോലും ഇതിലെ ഓരോ കഥാപാത്രമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിലെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ആക്ടേഴ്സും സത്യം പറഞ്ഞാൽ അവർ അഭിനയിക്കുകയല്ല, പേരെടുത്ത് പറയേണ്ടതായിട്ട് ഒത്തിരി പേരുണ്ട്. ആകെ കുറച്ച് പേര് സിനിമയിലുള്ളെങ്കിലും അവർ ഓരോരുത്തരും അവർ ആ കഥാപാത്രമായിട്ട് തന്നെ ജീവിക്കുകയാണ് അന്ന് വേണം പറയാൻ. അടിപൊളി പെർഫോമൻസ്, ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതുണ്ട്. മറ്റ് ഭാഷകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഹൊറർ സിനിമകളുണ്ടല്ലോ, അതുപോലെ നമ്മുടെ മലയാളത്തിലുള്ള ഒരു സിനിമയാണ് DSRA. ഹൊറർ എന്നൊരു സംഭവം വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിച്ചതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റിന്റെയും അർപ്പണബോധത്തോടെ കാസ്റ്റ് ആയാലും അഭിനയം ആയാലും എല്ലാം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വിഷ്വൽ ഓഡിയോ ക്വാളിറ്റി ഒക്കെ വേറെ ലെവലെന്ന് വേണം പറയാൻ. അടിപൊളി സിനിമ, തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി എന്ന് വേണം പറയാൻ. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ അടിപൊളി ഒരു ഹൊറർ മൂവി കാണുന്നത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ കാണണം. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അടുത്ത് ഇനി ബാഹുബലി എപ്പിക്കിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.